നമസ്കാരം. ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ സർക്കാരിന്റെ കപ്പൽ ആടി ഉലയുകയാണെന്നൊന്നും പറഞ്ഞാൽ പോരാ, മുങ്ങുകയാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുമോ എന്ന രീതിയിലുള്ള ചർച്ചകളും സംശയങ്ങളും പോലും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭരണം കാണുന്ന, ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന എതിർ ശബ്ദങ്ങൾ കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാകും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നേക്കാം എന്ന് പോലും നമുക്ക് ഈ അവസരത്തിൽ വേണമെങ്കിൽ പറയാം. കാരണം വി ഡി സതീശന് ആകെ ഉണ്ടായിരുന്ന പിന്തുണ എന്ന് പറയുന്നത് അത് ലീഗിന്റെ പിന്തുണയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണയായിരുന്നു. പക്ഷേ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം, മദ്യനികുതി കുറച്ചതിന് ശേഷം, PM ശ്രീ നടപ്പിലാക്കുമെന്ന് പറഞ്ഞതിന് ശേഷം, അതുപോലെ തന്നെ പല രീതിയിലുള്ള അത്തരത്തിലുള്ള യൂട്ടേൺ അടികൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിനുള്ള പിന്തുണകൾ നഷ്ടപ്പെടുകയാണ്. ഇന്നലെ തന്നെ ഈ മദ്യനികുതി കുറച്ച വിഷയത്തിലും അതുപോലെ തന്നെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ പോലും സതീശനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് AICC ജനറൽ സെക്രട്ടറിക്ക് മുകളിലല്ല മുഖ്യമന്ത്രി എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ വി ഡി സതീശന് നൽകുകയാണ് KC വേണുഗോപാൽ എന്നുള്ളതാണ്. ഏകപക്ഷീയമായി തന്നെ വി ഡി സതീശൻ തീരുമാനങ്ങൾ എടുക്കുന്നു. വകുപ്പിലെ മന്ത്രിമാർ പോലും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല വി ഡി സതീശൻ വലിയ ജനപിന്തുണയോടെയാണ് അധികാരത്തിൽ എത്തിയത്, മുഖ്യമന്ത്രിയായത്. നമുക്കറിയാം, ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പോലും വി ഡി സതീശന്റെ പേരുണ്ടായിരുന്നില്ല. വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് അലമുറയിട്ടത് കുറെ PR സംഘങ്ങളും ഒപ്പം ഇദ്ദേഹത്തിന്റെ കുറെ ആർമികളും ഒക്കെ ആയിരുന്നു. പക്ഷെ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പേര്, ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അത് KC വേണുഗോപാലിനെ ആയിരുന്നു. പക്ഷേ KC വേണുഗോപാലിന്റെ ഒരു പക്വത നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വലിയ രീതിയിൽ തന്നെ KC വേണുഗോപാലിനെ ഒരു ശത്രുവായി ചിത്രീകരിച്ചുകൊണ്ട് വി ഡി സതീശനെ ഒരു ഹീറോ ആയി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നല്ലോ ആ സമയത്തെ നീലക്കുയിൽ PR വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തന്നെ വരട്ടെ എന്ന തീരുമാനമെടുക്കുന്നു. ശേഷം ഇദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് വി ഡി സതീശന്റെ മന്ത്രിസഭയിലുള്ള വി ഡി സതീശൻ സർക്കാരിലുള്ള MLA-മാരിൽ ഭൂരിപക്ഷവും ഹൈക്കമാൻഡ് ആരെ മുഖ്യമന്ത്രി ആക്കണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി അയച്ച സമിതിക്ക് മുമ്പിൽ KC വേണുഗോപാലിന്റെ പേര് പറഞ്ഞതെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. കാരണം വി ഡി സതീശൻ ഇന്നും അന്നുമൊക്കെ കോൺഗ്രസിന് വലിയ കല്ലുകടിയാണ്. 2016 ചില സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്ന സമയത്ത് ഈ അഴിമതിയുടെ തണലിൽ മുന്നോട്ട് പോകുന്ന സർക്കാരാണ് എന്ന വലിയ രീതിയിലുള്ള വിമർശനം ഓസിക്കെതിരെ, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉന്നയിച്ച അന്നത്തെ ആ MLA-യുടെ പേര് വി ഡി സതീശൻ എന്നാണ്. ആ MLA ആണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ഒപ്പം അന്നത്തെ ധനവകുപ്പ് മന്ത്രിയായിരുന്ന മാണിസാറിനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നപ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ ഒരു ഹരിത MLA കൂടിയായിരുന്നു, ഒരു കോൺഗ്രസ് MLA കൂടിയായിരുന്നു വി ഡി സതീശൻ എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. മാത്രവുമല്ല, അന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം ഉമ്മൻചാണ്ടി സർക്കാരിനെ വലിയ തോതിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങനെ ഓരോ ഘട്ടത്തിലും താനൊരു തിരുത്തൽവാദിയാണ് എന്ന രീതിയിലൊക്കെ ഒരു ഇമേജ് ഉണ്ടാക്കി സ്വയം ഈ ഒരുപാട് എന്താ പറയുക, വിപുലമായിട്ട് നിൽക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവരുടെയൊക്കെ പിന്തുണയോടെയൊക്കെ വളർന്നു വന്ന, അവരൊക്കെ വലിയ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു വി ഡി സതീശൻ. വി ഡി സതീശൻ ഈ ഭരണപക്ഷത്തുള്ള സമയത്ത് ഇപ്പോൾ ഇദ്ദേഹം കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ സത്യത്തിൽ എല്ലാവർക്കും ചിരി വരുന്നുണ്ടാവും. കാരണം എന്താണ്? പ്രതിപക്ഷത്തിരുന്ന് ഇദ്ദേഹം പറഞ്ഞതൊന്നുമല്ല മുഖ്യമന്ത്രിയായ ശേഷം ഇദ്ദേഹം കാണിച്ചു കൂട്ടുന്നത്. സ്വന്തം പ്രവർത്തകർ പോലും ഇദ്ദേഹത്തിനെതിരെ രംഗത്തേക്ക് വരുന്ന സാഹചര്യം, അതായത് ലീഗിന്റെ പിന്തുണ നഷ്ടപ്പെടുന്ന സാഹചര്യം. പലരും പല മുഖപത്രങ്ങളിൽ, ലീഗിന്റെ മുഖപത്രങ്ങളിൽ അവരെഴുതുന്നു, സമസ്തയുടെ മുഖപത്രത്തിൽ അവരെഴുതുന്നു, എല്ലാവരും മുഖ്യമന്ത്രിക്കെതിരെ പലതും എഴുതുന്ന കാഴ്ച. അതായത് അത്രത്തോളം വി ഡി സതീശന്റെ നിലപാടുകൾ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഘടകകക്ഷികളെ പോലും പിന്തുണച്ചവരെ പോലും മടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിന് ഈ KC വേണുഗോപാൽ മാത്രമോ, ഈ ജിൻഡോയും അതുപോലെ തന്നെ നിഖിലുമൊക്കെ പരസ്യമായിട്ട് തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയാണല്ലോ. 5 വർഷത്തിന് ശേഷവും ഇലക്ഷൻ ഉണ്ടെന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർ പോലും മടുത്തിരിക്കുന്നു, ഈ സർക്കാർ കോൺഗ്രസിനെ മുച്ചൂടും തകർക്കും എന്ന് കോൺഗ്രസിനകത്തുള്ള പ്രവർത്തകർ പോലും പറയുന്നു. അത് ഏറെ
ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നേതാക്കൾ പോലും അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അത് വി.ഡി. സതീശന്റെ ഒരു വലിയ പരാജയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല വി.ഡി. സതീശൻ ഒന്നിനും ഉത്തരം പറയാതെ മുന്നോട്ട് പോവുകയാണ്. വി.ഡി. സതീശനെതിരെ ഉയർന്നു വരുന്ന PM-ശ്രീ വിവാദത്തിലാണെങ്കിലും ഈ മദ്യ നികുതി കുറച്ച വിവാദത്തിലാണെങ്കിലും അത്തരത്തിലുള്ള ഏത് വിഷയം എടുത്തു നോക്കിയാലും അത് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസായി സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ പോലും മറുപടി പറയാൻ പോലും സതീശൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന ഒരു പ്രതീതി സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു. പ്രതിപക്ഷം തെളിവ് വെച്ച് സംസാരിക്കുമ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് മുഴുവൻ ന്യായീകരണങ്ങൾ മാത്രമാണ്. എന്ത് ചോദിച്ചാലും വ്യക്തമായ ഉത്തരമില്ലാതെ ന്യായീകരണങ്ങൾ ഇറക്കി മാത്രം ഒരു മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. മാത്രവുമല്ല വി.ഡി. സതീശന് ഹൈക്കമാൻഡിന്റെ വലിയൊരു പിന്തുണയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങളാണ് ഇദ്ദേഹത്തിന് പുറത്തുണ്ടായിരുന്ന കുറെ ജനങ്ങളാണ് വലിയ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നത്. ആ ജനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇനി ഈ ജനങ്ങളുടെ പിന്തുണയൊന്നും ഇല്ലെങ്കിലും മുന്നോട്ട് പോകാം എന്നാണ് വി.ഡി. സതീശൻ ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ്, ഒരു മൗഢ്യമാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം വി.ഡി. സതീശൻ ജനങ്ങളെ വെല്ലുവിളിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വി.ഡി. സതീശന് 5 വർഷം പോലും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത വി.ഡി. സതീശൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന ഒരു സൂചന താക്കീതാണ് K.C. വേണുഗോപാൽ കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് AICC ജനറൽ സെക്രട്ടറിക്കും താഴെയാണ്, ഹൈക്കമാൻഡിന് താഴെയാണ്. തീരുമാനങ്ങൾ അത് എല്ലാവരും ചേർന്ന് എടുക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വി.ഡി. സതീശനെ. അല്ലാതെ തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഏകാധിപത്യ സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ പുറത്തു കളയും എന്ന് തന്നെയാണ് വളച്ചുകെട്ടിയാണെങ്കിലും കോൺഗ്രസ് പറയുന്നത്. മാത്രവുമല്ല വി.ഡി. സതീശൻ എന്താണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? പിണറായി വിജയൻ ഏകാധിപതിയാണ്, പിണറായി വിജയൻ എടുക്കുന്ന പല തീരുമാനങ്ങളും പല മന്ത്രിമാരും അറിയാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം എടുക്കുന്ന പല തീരുമാനങ്ങളും അദ്ദേഹം പല വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പല പ്രതികരണങ്ങളിലും ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ അറിയുന്നില്ല എന്നുള്ളതാണ്. ലിജു പോലും ഈ പറയുന്ന മദ്യനികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി കൈക്കൊണ്ടിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ഓരോ വകുപ്പിനെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഒരു ഏകാധിപതിയെ പോലെ ഞാൻ മാത്രം എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറുന്നു. ഐ എന്ന് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്, വി എന്ന് നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളെ ഭയന്നോടുന്ന വി.ഡി. സതീശനെ നമ്മൾ ഒരു ഭാഗത്ത് കാണുകയാണ്. ഒരു ഫാസിസ്റ്റ് സ്വഭാവം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സതീശൻ ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നല്ലേ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് നമ്മൾ കാണുന്നത്? ഒരു തീവ്ര വലതുപക്ഷത്തെ നമ്മൾ വി.ഡി. സതീശനിലൂടെ കാണുകയാണ്. ഒരു തികഞ്ഞ ഏകാധിപതിയെ നമ്മൾ വി.ഡി. സതീശനിലൂടെ കാണുകയാണ്. ഒരു മുണ്ടുടുത്ത മോദിയെ നമ്മൾ വി.ഡി. സതീശനിലൂടെ കാണുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിനോടുള്ള വിധേയത്വം അത് ഉടനീളം കാണുകയാണ്. സ്വന്തം പ്രവർത്തകരും നേതാക്കളും വരെ ചോദിക്കുന്നു, ആരാണ് കേരളം ഭരിക്കുന്നത്? നമ്മൾ തന്നെയാണോ അതോ BJP ആണോ എന്ന് ചോദിക്കുകയാണ്. BJPയുടെ നയങ്ങളെല്ലാം നടപ്പിലാക്കുന്ന രീതിയിലേക്കും അവർ കൊണ്ടുവരുന്ന പല നയങ്ങളും ഇവിടെ അതൊക്കെ പിന്തുണയ്ക്കുകയും അവതരിപ്പിക്കുകയും ഒപ്പിടുകയും ചെയ്യുന്ന നിലയിലേക്കും ഒക്കെ മാറുന്നത് വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്, നിരാശപ്പെടുത്തുന്നുണ്ട്. അതായത് PM-ശ്രീക്കെതിരെയൊക്കെ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളാണല്ലോ KSUവിലുള്ള യൂത്ത് കോൺഗ്രസിലുള്ള പല ആളുകളും ഒക്കെ. അവരൊക്കെ ഒരുപാട് അടിമേടിച്ചിട്ടുണ്ടെന്നേ. അവരെ എല്ലാവരെയും പുച്ഛിച്ചു തള്ളുന്ന, അവരെ എല്ലാവരെയും ഒരു ചെറിയ കീടം പോലെ ആക്കി കളയുന്ന രീതിയിലുള്ള നിലപാടാണ് എന്തായാലും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള പ്രതികരണത്തിലും PM-ശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലും ഒക്കെ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ വി.ഡി. സതീശൻ ഒരു യഥാർത്ഥ നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം വി.ഡി. സതീശന്റെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഇടപെടലും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികാരം കിട്ടിയ ശേഷം കുതിരയ്ക്ക് കൊമ്പ് കിട്ടിയതുപോലെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും ഒക്കെ തീർത്തും അസംതൃപ്തരാണ് എന്നാണ് നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വി.ഡി. സതീശൻ വരയ്ക്കുന്ന വരയിലൂടെ വി.ഡി. സതീശൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന മന്ത്രിമാരെയും ശിങ്കിടികളെയും ഒക്കെ മാത്രം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വി.ഡി. സതീശനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും അതായത് ഒരു തുടർഭരണ സാധ്യത പോലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ദാർഢ്യവും അഹങ്കാരവും നിറഞ്ഞ ഒരാളായിരുന്നു. എന്നിട്ടും എങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രി ആയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വി.ഡി. സതീശന്റെ കഴിവെന്ന് പറയുന്നത്. ഒരു നുണയെ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് നല്ല കഴിവായിരുന്നു. മാത്രവുമല്ല കഴിഞ്ഞ ഭരണസമയത്ത്, പിണറായിയുടെ ഭരണസമയത്ത് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇവിടെ മാധ്യമങ്ങളായിരുന്നു. മാധ്യമങ്ങളും വി.ഡി. സതീശൻ തമ്മിലായിരുന്നു മത്സരം. ഞങ്ങളിൽ ആരാണ് പ്രതിപക്ഷം എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ളത്. പക്ഷേ അവിടെയും ജയിച്ചത്
കൊടുത്തത് മാധ്യമങ്ങളാണ്. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞത് അത് വി ഡി സതീശനാണ്. എന്തായാലും വി ഡി സതീശനെ വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ശിഥിലമാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഇനിയും പ്രതിഷേധങ്ങൾ ശക്തമായാൽ, ഇനിയും ഈ സംഘപരിവാർ BJP ഒരു അനുഭാവ രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ പോലും അത് ബാധിച്ചേക്കാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.